ഹലോ മക്കളെ, നിങ്ങൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് തവണ വീഡിയോസിൻ്റെ താഴെയും അതുപോലെ ലൈവിൻ്റെ താഴെയും ഒരുപാട് തവണ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് മക്കളെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പരീക്ഷയ്ക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ചാൻസ് മാത്രമേ ഇത് വരാനുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ചാൻസ് കൂടി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, റയർ എന്ന രീതിയിലും അതുപോലെ പുതിയ പാറ്റേൺ എന്ന രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കാതിരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സിമ്പിൾ ബാലൻസ് ഷീറ്റ് ആ പേരിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് അതിലേറെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഒരു പക്ഷേ കൊമേഴ്സ് പഠിക്കുന്ന അക്കൗണ്ടൻസി പഠിച്ച ഒരാൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ പരീക്ഷ ആളുടെ സിമ്പിൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഒരു പേടിയും പഠിക്കേണ്ട. ആ ഒരു ചോദ്യം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 5 മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു പറഞ്ഞത്, എ സിമ്പിൾ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബാങ്ക് യൂസിങ് ടേബിൾ. അഥവാ തന്നിരിക്കുന്ന ഈ ഡാറ്റയിൽ നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എന്താ പറഞ്ഞത്, ടേബിൾ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഭൂരിഭാഗം പേരും എന്ത് ചെയ്യും, ടേബിൾ ഇല്ലാതെ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. അപ്പൊ ഒരു പട്ടികയുടെ സഹായത്തോട് കൂടി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലളിതമായ ഒരു ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യണം എന്ന കാര്യമാണ് നമ്മൾ നോക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ കുറച്ച് കോൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഞാൻ കടയിലേക്ക് എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് എന്ത് പറയും, എടാ കുറച്ച് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുവരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിലൊരു 100 രൂപ തന്നു വിട്ടു. 100 രൂപ തന്നു വിട്ടു. നിങ്ങൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളും എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞ് ബാലൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ ബാക്കി എത്ര 10 രൂപ കൊണ്ടുവന്നു തന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ബാക്കി 90 രൂപ ചിലവായി എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും ബില്ല് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ബില്ല് കാണിച്ചു തരും അല്ലേ. ബില്ല് കാണിച്ചു തരും. നിങ്ങളൊരു കടയിൽ കിട്ടുന്ന ബില്ല് കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ബില്ല് ഉണ്ടാവുക, പെർട്ടിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ഐറ്റംസിന് എണ്ണം ഉണ്ടാവും, എത്ര എമൗണ്ട് ഉണ്ടാവും, ടോട്ടൽ ഉണ്ടാവും അല്ലേ. അതേപോലെ ഒരു സംഭവമാണ് ഈ ആക്ച്വലി ബാലൻസ് ഷീറ്റ് പറഞ്ഞത്. ബാലൻസ് നമുക്ക് എത്ര ബാക്കി ബാലൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുന്നതാണ് ആക്ച്വലി ബാലൻസ് ഷീറ്റ്. യഥാർത്ഥത്തിൽ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിൽ ഒരു മനുഷ്യന് 2 കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഒന്ന്, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തിയാണ്. ഈ സ്വത്തുവകകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആസ്തി എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിന് എന്താ പറയുക, അസറ്റ് എന്നാണ് പറയുക. രണ്ടാമതായിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതയാണ് ഉണ്ടാവുക അല്ലെ. ബാധ്യത നമ്മൾ അതിന് എന്ത് പറയും, ലയബിലിറ്റീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, ബാധ്യതകൾ. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ, അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്ക് കുറേ ബാധ്യതകളുണ്ടായിരിക്കും, അതേപോലെ കുറേ ആസ്തികളുണ്ടായിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ, ഈ പറഞ്ഞ ബാധ്യതയുടെ സൈഡാണ് അധികം ഉണ്ടാവാറുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങളൊക്കെ നോക്കുക. എന്താ പറഞ്ഞത്, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ തന്നിട്ടുണ്ട്. ആക്ച്വലി ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്, നമ്മുടേതാണ് പറഞ്ഞത് അല്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ബാങ്കിന്റെ ബാലൻസ് ഷീറ്റാണ്. ബാങ്കിലേക്ക് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര ഡെപ്പോസിറ്റ് ചെയ്തേ, അവിടെ പറഞ്ഞിട്ടുണ്ട് 10,000 രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര പറഞ്ഞത്, 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കും നോക്കാം, ബാങ്കിലേക്ക് ഒരാൾ കൊണ്ടുവന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ബാങ്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ ശരിക്കും ഇത് ബാങ്കിന് ആരാണ്, ബാങ്കിന്റെ ബാധ്യതയാണ് നമുക്ക് പറയാം. ബാങ്കിന്റെ എന്താണ്, ബാധ്യതയാണ് ഈ പറഞ്ഞ സംഭവം അല്ലെ. ബാങ്കിന്റെ ബാധ്യതയാണ് ആക്ച്വലി ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ ബാങ്കിന് എന്താ അവിടുന്ന് വരുമാനം കിട്ടുക, അവിടെ വേറൊരാളെ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളോട്. അവിടെ വേറൊരാളെ പറഞ്ഞിട്ടുള്ളത്, ബാങ്കിനോട് 20% CRR ക്യാഷ് റിസർവ് റേഷ്യോ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബാങ്കിന് എന്ത് ചെയ്യാം, മാറ്റി വെക്കാൻ പറ്റുന്ന പൈസ. അത് ഇയാൾ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വന്നാൽ അപ്പം തന്നെ കൊടുക്കണം എന്നൊന്നും നമുക്കില്ല. കാരണം എന്താണ്, ബാങ്ക് റിസർവ് ആയിട്ട് മാറ്റി ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, റോളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന്റെ എന്ത് ചെയ്യാം, ആസ്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് CRR എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, CRR എന്ന് പറഞ്ഞാൽ 20% അല്ലേ. അത് 20% എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും, നമുക്ക് 2,000 രൂപ. ഈ 10,000-ന് 2,000 രൂപ വരാം. 10,000-ന് 2,000 രൂപയാണ് 20% എന്ന് പറഞ്ഞാൽ വരാം. അത് ബാങ്കിന്റെ എന്താണ്, ആസ്തിയായിട്ടാണ് വരിക അല്ലെ. ഈ 2 കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം ബാങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആസ്തി നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അവിടെ ഡെപ്പോസിറ്റും കിട്ടിയ കാര്യം പറഞ്ഞു. ഇനി ബാങ്കിന് എന്ത് ചെയ്യാം, ഈ കിട്ടിയ പൈസ ബാങ്ക് അങ്ങനെ വെറുതെ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കുമോ, ഇല്ല. കിട്ടിയ പൈസ എന്നാണ് ബാങ്ക് എന്ത് ചെയ്യുക, ലോൺ കൊടുക്കുക. നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലേ നേരത്തെ, ലോൺ കൊടുക്കും. ലോൺ എത്ര കൊടുക്കുക, ഈ 2,000 രൂപ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര കൊടുക്കാം, 8,000 രൂപ ബാങ്കിന് ലോൺ കൊടുക്കാം അല്ലെ. ഇതും ബാങ്കിന്റെ എന്താണ്, ഇതും ബാങ്കിന്റെ ആസ്തി തന്നെയാണ്. അപ്പൊ ബാങ്കിന്റെ ആസ്തി തന്നെയാണ് ഈ പറഞ്ഞത്. കാരണം എന്താ, ഈ ലോൺ കൊടുത്ത പൈസ ബാങ്ക് അങ്ങോട്ട് കൊടുത്തതാണ്, കുറച്ച് കഴിയുമ്പോൾ ബാങ്കിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അതെന്താണ്, ബാങ്കിന്റെ ആസ്തിയാണ്. അപ്പൊ ബാങ്കിന്റെ ആസ്തിയും ബാങ്കിന്റെ ബാധ്യത നമ്മൾ ആദ്യം തിരിച്ചുതരാം, എന്നിട്ട് നമ്മൾ ആ ടേബിളാണ് വരച്ചാൽ മതി. അപ്പൊ ടേബിൾ വരക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ചെയ്ത് നോക്കുന്ന കാര്യം നോക്കുള്ളൂ. നിങ്ങൾ
ഇതേപോലെ തന്നെ ചെയ്ത് വെക്കേണ്ട, വേറെ ഒന്നുമല്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം ഞാനിവിടെ ബോക്സ് ആക്കി വെക്കണം ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ കൊടുത്തു ഫസ്റ്റ് കോളത്തിൽ ഞാനിവിടെ ലയബിലിറ്റീസ് എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ എന്താ, ബാധ്യതകൾ, ബാങ്കിനുണ്ടായ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തു. അടുത്ത കോളം റൈറ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു, അസറ്റ്സ് എന്ന് കൊടുത്തു, അഥവാ ബാങ്കിനുണ്ടായ ആസ്തികൾ എന്തൊക്കെയാണെന്ന് കൊടുത്തു. ഇനി ഫസ്റ്റ് ഞാൻ എഴുതണേ, ബാങ്കിന് ആകെ ഒരൊറ്റ ബാധ്യത ഉണ്ടായിട്ടുള്ളൂ, അതെന്താണ്, ഡെപ്പോസിറ്റ് കിട്ടി. എത്ര കിട്ടിയത്, ഡെപ്പോസിറ്റ് ആയിട്ട് വന്നത് 10,000 രൂപ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ അവിടെ എഴുതിച്ചു ബാങ്കിന്റെ ബാധ്യതകളുടെ ഭാഗത്ത് ഞാൻ എഴുതിച്ചു ഡെപ്പോസിറ്റ് എത്രയാണ്, 10,000 എന്ന് എഴുതിച്ചു. കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ബാങ്കിന്റെ ബാധ്യത എഴുതി കഴിഞ്ഞു. ഇനി ആസ്തികൾ എഴുതാനുണ്ട് അല്ലേ. ആസ്തി എഴുതണം. നമുക്ക് എന്താ വരുന്നത്, ആദ്യം CRR ക്യാഷ് റിസർവ് റേഷ്യോ പറയുന്നത് എത്രയാണ് പറഞ്ഞത്, അത് 20% പറഞ്ഞത്. പക്ഷെ അത് എങ്ങനെ എഴുതാൻ പറ്റുമോ, ഇല്ല. ആ 20% നമുക്ക് എത്ര വന്നത്, 2,000 രൂപയാണ് നമുക്കവിടെ ആസ്തിയായിട്ട് വന്നത് അല്ലേ. 2,000 രൂപ നമുക്കവിടെ ആസ്തിയായിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ അവിടെ എഴുതിച്ചു. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നില്ലേ, ഉണ്ട്. എന്താണത്, ബാങ്കിന് മറ്റൊരു ആസ്തിയാണ് ലോണായിട്ട് കൊടുത്ത പൈസ അല്ലേ. അപ്പൊ അതും കൂടി ഞാനിവിടെ എഴുതിച്ചു. എന്താ എഴുതിയത്, ലോണ്. ബാങ്ക് ലോണായിട്ട് കൊടുത്തത് എത്ര കൊടുത്തത്, ലോണായിട്ട് ബാങ്ക് കൊടുത്തത് ബാക്കി വന്ന 8,000 രൂപ ബാങ്ക് ലോണായിട്ട് കൊടുത്തു അല്ലെ. അപ്പൊ കിട്ടിയ പൈസ 10,000, അത് മുഴുവൻ ചെലവായിട്ട് പോയി. നമുക്ക് അങ്ങോട്ടോട്ട് ബാലൻസ് ഇല്ലല്ലേ. ഇവിടെ ലയബിലിറ്റിയും തുല്യമായി അസറ്റും തുല്യമായി. അങ്ങനെ അവർ ബാലൻസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഇതിന് ബാലൻസ് ഷീറ്റ് എന്ന പേര് വരുന്നത് കേട്ടോ. ആക്ച്വലി അങ്ങനെയാണ് ആ പേര് വരാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതിന്റെ ലോജിക് കൂടി അങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബേസിക് സ്ട്രക്ചർ, ഓക്കെ, ഇതിന്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞത് ഒരു ടേബിൾ ആക്കി മാറ്റാൻ പോകട്ടോ. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഇതിൻ്റെ ഒരു ടേബിൾ ആക്കി മാറ്റുന്നു. പറഞ്ഞതുപോലെ നമുക്കിതൊരു ടേബിൾ ആയിട്ട് വേണം. അപ്പോൾ ഈ ടേബിൾ ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിതൊരു ടേബിൾ ആക്കി മാറ്റാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ടേബിൾ ആക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, വേറെ ഒന്നുമില്ല. എന്താണ്, നമ്മൾ ഈ പറഞ്ഞത് ലൈൻസ് വെച്ച് കൂട്ടി യോജിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ടേബിൾസ് നമ്മളിവിടെ വരച്ച് വെക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ടേബിളായിട്ട് ഞാനിവിടെ ചെയ്ത് വെച്ചു. എന്താ ചെയ്തത്, ഈ പറഞ്ഞ അസറ്റും ലയബിലിറ്റിയും വെച്ച് ഞാനിവിടെ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ലാസ്റ്റ് എന്താ എഴുതണ്ടേ, രണ്ട് കോളത്തെയും ടോട്ടൽ എഴുതണം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയത്, ടോട്ടൽ 10,000 രൂപ ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആസ്തി എത്രയാണത്, അതേ 10,000 തന്നെ. അപ്പോൾ ടോട്ടൽ 10,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ആസ്തി വന്നിട്ടുണ്ട്. ഇത്ര സംഭവം നമ്മൾ ചെയ്തേക്കാനുള്ളൂ. ഈ ഒരു സംഭവം ചെയ്യുന്നതിനാണ് എന്താ പറയുക, സിമ്പിൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലയബിലിറ്റീസ് എന്ന് എഴുതിയിട്ട്, ഈ ലയബിലിറ്റീസ് എന്ന് എഴുതിയ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലയബിലിറ്റീസ് എന്ന് എഴുതിയതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം നോക്കണേ, ലയബിലിറ്റീസ് എന്ന് എഴുതുന്നു. ഈ ലയബിലിറ്റീസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഇവിടെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ കോളം കൊടുത്തിട്ട് എമൗണ്ട് എന്ന് എഴുതി വെക്കാം. എമൗണ്ട് എന്ന് എഴുതിയേക്കാം. അതേപോലെ അസറ്റിന്റെ അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് എന്ന് എഴുതിയേക്കാം. അതായത് ഈ ഹൈഫൺ ഇട്ടതിന്റെ അപ്പുറത്ത് എമൗണ്ട് ആണെന്ന് കാണിക്കാൻ പറ്റുക. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ രീതി ചെയ്താലും ഓക്കെയാണ്, ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഇതാണ് ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ സിമ്പിളാണ്. ആക്ച്വലി ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കിട്ടിയ പൈസയും കൊടുത്ത പൈസയും കണക്കാക്കിയിട്ട് എഴുതുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ, വേറെ ഒരു പരിപാടിയോടെ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇത് എന്തിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്ത ചോദ്യം. ഓക്കെ, അബ്സല്യൂട്ട്ലി ഇതിന്റെ ലക്ഷ്യം സമാധാനം മാത്രമാണ്. കാരണം ഒരുപാട് പേര് ലൈവിൽ ഇങ്ങനെ ഒന്ന് ചോദിക്കണം, സാറേ ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിന് ചോദ്യം ചെയ്തു തരുമോ എന്ന്. ആക്ച്വലി ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് ചെയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാങ്കിന് കിട്ടുന്ന ബാധ്യതയും ബാങ്കിനുണ്ടായ ആസ്തി എത്രയും വെച്ചിട്ട് നമ്മൾ ഇത് എഴുതി തയ്യാറാക്കുന്നു, അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.